ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കുറേ നാളായിട്ടുള്ള എൻ്റെ മോർണിംഗ് ഡ്യൂട്ടി റൊട്ടീൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. മോർണിംഗ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ മോർണിംഗ് ഡ്യൂട്ടി ഉള്ള സമയത്ത് എൻ്റെ റൊട്ടീൻസ്, കുഞ്ഞു വന്നതിന് ശേഷം പ്രത്യേകിച്ചു ഞാൻ നൈറ്റിലാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ ഈവനിങ് ഡ്യൂട്ടി ആയിരിക്കും തലേദിവസം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ രാത്രി മാക്സിമം ഞാൻ കുഞ്ഞു ഉറങ്ങിയ ശേഷമാണ് സാധാരണ പണികളൊക്കെ ചെയ്യാറ്. ഇപ്പോൾ ഒരു ദിവസത്തെ എൻ്റെ ഒരു മോർണിംഗ് ഡ്യൂട്ടി റൊട്ടീനാണ്. കുറേ ദിവസമായി പിടിച്ചു വെച്ചിട്ട് ഇന്നാണ് അത് ഇത് ചെയ്യാനുള്ള ഇത് കിട്ടിയത്. അപ്പോൾ തലേ ദിവസം മോർണിംഗ് ഡ്യൂട്ടിയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ചെയ്യാവുന്നതിന് മാക്സിമം ചെയ്തു വെച്ചിട്ട് കിടന്നുറങ്ങാൻ ശ്രമിക്കുക. ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് ചിക്കൻ കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ചിക്കൻ കറി പിന്നെ ചപ്പാത്തിയാണ് പിന്നെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തി രാത്രി തന്നെ ചുട്ട് വയ്ക്കാറുണ്ട് ഞാൻ. പിന്നെ ചോറും രാത്രി തന്നെ വേവിച്ച് വയ്ക്കാറുണ്ട്. വെള്ളരി ആയതുകൊണ്ട് വെള്ള അരി അപ്പോൾ അങ്ങനെ കേടാവാറില്ല പിറ്റേ ദിവസത്തേക്ക്. അപ്പോൾ അതങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ പോകാനുള്ള തന്നെ നേരെ അങ്ങ് വിളമ്പി പാത്രത്തിലേക്ക് പകർത്തിയാൽ മതി. ചീത്തയാവാറില്ല വെള്ളരി. മറ്റേ അരി വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ചീത്തയാവുമായിരിക്കും കേട്ടോ. അപ്പോൾ വെള്ളരി യൂസ് ചെയ്യാം. പ്രത്യേകിച്ചും മോർണിംഗ് ഡ്യൂട്ടി, അതായത് രാവിലെയൊക്കെ എനിക്ക് 7 മണിക്കാണ് ഷിഫ്റ്റ് സാധാരണ വരാറ്. അപ്പോൾ അതിന് മുമ്പ് പണി ഒരുവിധം ചെയ്ത് തീർത്തിട്ടാണല്ലോ നമുക്ക് പോകാൻ പറ്റുക. പ്രത്യേകിച്ച് രാവിലേക്ക് ഡ്യൂട്ടി ഷിഫ്റ്റ് ഉള്ളവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടത്. അതായത് അതിരാവിലെ ഡ്യൂട്ടി ഉള്ളപ്പോൾ നമ്മൾ ടെൻഷൻ പിടിച്ചിട്ടൊക്കെ ആയിരിക്കും കിടക്കണം. നേരത്തെ എണീക്കാൻ പറ്റില്ലെങ്കിലോ എങ്ങാനും വൈകി പോയാലോ എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ഈ രീതിയിലൊക്കെ തലേദിവസം ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ കൂടി നമുക്ക് കംഫർട്ടായിട്ട് കിടക്കാൻ പറ്റും. അത് നമ്മൾ രാവിലെ നേരം വൈകിയാലോ എന്നുള്ള നിരമനം വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് തീർക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ രാത്രി തന്നെ നമ്മുടെ മാക്സിമം പണി തീർത്ത് കിടക്കാം. ഇപ്പം ഞാൻ രാവിലെ ഡ്യൂട്ടി ഉള്ളപ്പോൾ പുട്ടാണെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി നനച്ച് വയ്ക്കാറുണ്ട്. ആദ്യമൊക്കെ ഞാൻ ചുട്ടു വയ്ക്കാറുണ്ട് കേട്ടോ. പക്ഷേ കുഞ്ഞും കുറച്ചുകൂടി ചെറുതാകുന്ന സമയത്തൊക്കെ ഞാൻ ചുട്ടു വയ്ക്കാറുണ്ട്. ഇപ്പം ഞാൻ പക്ഷേ രാത്രി നനച്ച് വയ്ക്കാറുണ്ട്. പിന്നെ അതുപോലെ തേങ്ങ ചിരകി വയ്ക്കും, അങ്ങനെയൊക്കെ. പിന്നെ ഹരിയാനുള്ളതൊക്കെ അരിഞ്ഞു വയ്ക്കും. അപ്പം നമുക്ക് കുറച്ചുകൂടി അപ്പോൾ രാവിലെ എനിക്കുമ്പോൾ വേഗം പെട്ടെന്ന് ഇത് എടുത്ത് ചെയ്താൽ മതിയില്ല. ഇഡ്ഡലി ആയാലും എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ചേച്ചിയൊക്കെ ഇഡ്ഡലിയൊക്കെ രാത്രി ചുട്ടു വയ്ക്കാറുണ്ട്. അതുപോലെ സാമ്പാർ അതൊക്കെ രാത്രി ഉണ്ടാക്കി രാത്രി ഒരു 10 മണി ആ സമയമൊക്കെ അമ്മയ്ക്ക് ഉണ്ടാക്കിയാൽ മതി. അത് ചീത്തയാവാണ്ടൊക്കെ ഇരുന്നോളും. അപ്പോൾ നമുക്കൊരു കുറച്ചുകൂടി റിലാക്സേഷൻ കിട്ടും. എന്തായാലും ഈ രീതിയിലും ട്രൈ ചെയ്യുക എല്ലാവരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.